ഇന്നത്തെ വീഡിയോ തേക്കടി വനത്തിനുള്ളിലെ ബഡ്ജറ്റ് സ്റ്റേയെക്കുറിച്ചാണ്. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് തേക്കടി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിന് മുന്നിലാണ്. ഈ ചെക്ക് പോസ്റ്റിൽ എൻട്രി ഫീ ഉണ്ട്. ഒരാൾക്ക് 45 രൂപയും വാഹനത്തിന് 85 രൂപയുമാണ് റേറ്റ് വരുന്നത്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഈ വനത്തിനുള്ളിൽ സ്റ്റേ ചെയ്യുന്നവരുടെ പ്രൈവറ്റ് വെഹിക്കിൾസ് മാത്രമേ അകത്തേക്ക് കടത്തി വിടുകയുള്ളൂ. ഈ ചെക്ക് പോസ്റ്റിൽ നിന്നാണ് ബോട്ടിങ്ങിനും ട്രെക്കിങ്ങിനും എല്ലാം പോകുന്നത്. ബോട്ടിങ്ങിന് മാത്രമായി വരുന്നവരുടെ വാഹനം പാർക്ക് ചെയ്യുന്നതിന് പ്രത്യേകം പാർക്കിംഗ് ഏരിയ ഉണ്ട്. അവിടെ നിന്നും ഫോറസ്റ്റിൻ്റെ ബസ്സിലാണ് ബോട്ട് ലാൻഡിങ്ങിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നത്. നമ്മൾ കണ്ട ചെക്ക് പോസ്റ്റിൽ നിന്നും ബോട്ട് ലാൻഡിങ്ങിൻ്റെ ഭാഗത്തേക്ക് ഏകദേശം ഒരു 4 കിലോമീറ്റർ ദൂരം കാട്ടിനുള്ളിലൂടെ ആണ് പോകേണ്ടത്. ഈ വനത്തിനുള്ളിലെ PWയുടെ IBയിലാണ് ഇന്നത്തെ നമ്മുടെ സ്റ്റേ വരുന്നത്. ഈ കാടിനുള്ളിലെ സ്റ്റേക്ക് ഓൺലൈൻ വഴിയാണ് ബുക്ക് ചെയ്യേണ്ടത്. PWയുടെ റെസ്റ്റ് ഹൗസിൻ്റെ സൈറ്റിലൂടെയാണ് ബുക്ക് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ സ്റ്റേയിൽ എത്താറായി. ഇവിടെ നിന്ന് നേരെ കാണുന്ന റോഡ് ബോട്ട് ലാൻഡിങ്ങിലേക്കാണ്. ഇവിടെ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാണ് നമ്മുടെ സ്റ്റേയിലേക്ക് പോകേണ്ടത്. നമ്മളിപ്പോൾ PWയുടെ IBയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ 3 റൂമുകളാണുള്ളത്. ഇവിടെ ഒരു റൂമിന് ഒരു ദിവസത്തേക്ക് 750 രൂപയാണ് റേറ്റ് വരുന്നത്. നമ്മൾ ഈ സ്റ്റേയുടെ അകത്തേക്ക് കയറുമ്പോൾ ആദ്യം ഒരു റിസപ്ഷൻ കാണാം. റൂമിന് അകവശം 2 പേർക്ക് താമസിക്കുന്ന റൂമാണ്. എക്സ്ട്രാ ബെഡ് വേണമെങ്കിൽ 150 റുപ്പീസ് കൂടി അധികം അടയ്ക്കേണ്ടതാണ്. AC റൂമാണ്. വാഷ്റൂമിൽ ഹീറ്ററും ഉണ്ട്. നമുക്ക് ഫുഡ് കഴിക്കുന്നതിന് പ്രത്യേകം ഡൈനിങ് ഏരിയയും ഉണ്ട്. നമ്മുടെ സ്റ്റേയുടെ ചുറ്റുവട്ടത്തുള്ള കാഴ്ചകളാണ് കാണുന്നത്. ചെക്ക് ഇൻ ടൈം വരുന്നത് 12 മണിക്കാണ്. ചെക്ക് ഔട്ട് ടൈം നെക്സ്റ്റ് ഡേ രാവിലെ 10 മണിക്കാണ്. 5 മണിക്ക് മുമ്പ് തന്നെ ചെക്ക് പോസ്റ്റ് കടന്നിരിക്കണം. കാടായതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങൾ ഇറങ്ങാൻ ചാൻസ് ഉള്ളതുകൊണ്ട് 5 മണിക്ക് ശേഷം കാടിനുള്ളിലേക്ക് കയറ്റി വിടത്തില്ല. അതുപോലെ നൈറ്റിലേക്കുള്ള ഫുഡും നമ്മൾ കയ്യിൽ കരുതി വയ്ക്കുക. 5 മണിക്ക് മുമ്പ് ചെക്ക് പോസ്റ്റ് കടന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് പോകാനും കഴിയില്ല. ഇപ്പോൾ നമ്മൾ തേക്കടി ബോട്ടിങ്ങിൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. നമ്മൾ താമസിക്കുന്ന IBയിൽ നിന്നും ബോട്ട് ലാൻഡിങ്ങിലേക്ക് നടന്നു പോകുന്ന ദൂരമേ ഉള്ളൂ. ഇവിടെ ഇപ്പം ബോട്ടിങ്ങിൻ്റെ ലാസ്റ്റ് ട്രിപ്പൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയതുകൊണ്ടാണ് വിജനമായി കിടക്കുന്നത്. നമ്മളിവിടെ സ്റ്റേ എടുത്തുകൊണ്ട് മാത്രമാണ് ഈ സമയത്ത് ഇവിടെ നിൽക്കാൻ കഴിയുന്നത്. 6 മണിക്ക് മുമ്പ് തിരിച്ച് സ്റ്റേയിൽ കയറണം. തിക്ക് ഫോറസ്റ്റ് ആണിത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് കൊണ്ട് ഇവിടെ നിൽക്കുന്ന അത്ര സേഫ് അല്ല. നമ്മൾ സ്റ്റേയിലെ നൈറ്റ് വ്യൂ ആണ്. രാവിലെ സ്റ്റേയുടെ പുറത്തേക്ക് ഇറങ്ങി നടക്കുകയാണ്. സ്റ്റേയുടെ പരിസരത്തെ കാഴ്ചകളാണ്. പല ടൈപ്പിലുള്ള കിളികൾ ഈ കാട്ടിനുള്ളിലുണ്ട്. വിവിധയിനം കിളികളുടെ സൗണ്ടൊക്കെ കേട്ട് കാട്ടിനുള്ളിലൂടെ രാവിലെ ഇങ്ങനെ നടക്കാനും നല്ല രസമാണ്. മ്ലാവ്, കുരങ്ങന്മാർ, പിന്നെ കാട്ടുപോത്ത്, മാൻ, ആന, മുള്ളം പന്നി ഇങ്ങനെയുള്ള വന്യമൃഗങ്ങളൊക്കെ ഉള്ള വനമേഖലയാണിത്. ഈ പരിസരത്ത് വിശാലമായ പുൽമേടുകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ പുൽമേട്ടിൽ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക, അട്ടകൾ നിറയെ ഉള്ള സ്ഥലമാണിത്. ഈ കാട്ടിനുള്ളിലായിട്ട് ഒരു ട്രീ ഹൗസും കാണാം. നമ്മുടെ സ്റ്റേയുടെ അടുത്തായിട്ട് ടർട്ടിലിൻ്റെ ഷേപ്പിലൊരു കോഫി ഷോപ്പും ഉണ്ട്. ആനകൾ ഇറങ്ങാതിരിക്കാനും ചുറ്റിനും ട്രെഞ്ച് നിർമ്മിച്ചിട്ടുമുണ്ട്. കുറച്ച് സമയം നമ്മൾ ഇവിടെയൊക്കെ നടന്നതിന് ശേഷം ബോട്ട് ലാൻഡിങ്ങിൽ എത്തിയിരിക്കുകയാണ്.
ഇന്നലെ വൈകുന്നേരം വിജനമായി കിടന്ന സ്ഥലമാണ്. ഇന്ന് രാവിലെ നല്ല തിരക്കാണ്. ഇവിടെ പല ടൈപ്പ് ട്രക്കിങ്ങും ഉണ്ട് ബോട്ടിങ്ങിനോടൊപ്പം തന്നെ. ഇവിടെ ഇപ്പം ബോട്ടിങ്ങിനും ട്രക്കിങ്ങിനും വന്നവരുടെ തിരക്കാണ് ഈ കാണുന്നത്. ഇവർ താഴോട്ട് ഈ നടന്നു പോകുന്നത് നാച്ചുറൽ വാക്കിനാണ്. അവിടെ അവരെ ചങ്ങാടത്തിൽ കയറ്റി മറു സൈഡിലേക്ക് കൊണ്ടുപോകും. ഈ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. മുതിർന്നവർക്ക് 255 കുട്ടികൾക്ക് 85 രൂപയുമാണ് ടിക്കറ്റ് വരുന്നത്. അപ്പം ഫസ്റ്റ് ബോട്ടിങ്ങിൻ്റെ സ്റ്റാഫുകൾ പോവുകയാണ് ബോട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ ബോട്ടിങ് രാവിലെ 7:30-ക്കാണ്, 9 മണി വരെയാണ്. ഇതാണ് ബോട്ടിങ്ങിൻ്റെ ടൈമും റേറ്റും ഒക്കെ വരുന്ന ബോർഡ്. ബോട്ടിംഗ് അല്ലാതെ മറ്റ് ട്രക്കിങ്ങിനെ കുറിച്ചുള്ള ബോർഡാണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് വായിച്ചു നോക്കാം. റേറ്റും കാര്യങ്ങളും എല്ലാം ഇതിലുണ്ട്. പെരിയാർ ടൈഗർ റിസർവ് എന്ന സൈറ്റിലൂടെയാണ് ഈ ബോട്ടിങ്ങിനായാലും ട്രക്കിങ്ങിനായാലും ബുക്ക് ചെയ്യേണ്ടത്. ബോട്ടിങ്ങിൻ്റെ ടിക്കറ്റ് ഓഫ്ലൈനായും കിട്ടും. മാക്സിമം ഓൺലൈനിലൂടെ ടിക്കറ്റ് എടുത്ത് വരുന്നതായിരിക്കും നല്ലത്. ഇപ്പം ഫസ്റ്റ് ട്രിപ്പിനുള്ള ആൾക്കാരാണ് പോകുന്നത്. ബോട്ടിങ്ങിന് രാവിലത്തെയോ വൈകുന്നേരത്തെയോ ടൈം സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. ആ സമയങ്ങളിലാണ് മൃഗങ്ങളെ കൂടുതലായി കാണാൻ ചാൻസ് ഉള്ളത്. രാവിലെ കുറച്ച് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. ഈ ബോട്ട് ലാൻഡിങ്ങിൻ്റെ അടുത്തായാലും ഇതുപോലെ ട്രഞ്ചിങ് ചെയ്തിട്ടുണ്ട്. ആനകൾ കാട്ടിനുള്ളിൽ നിന്ന് ഇറങ്ങാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇപ്പം നമ്മൾ നെക്സ്റ്റ് പോകുന്നത് മേഘമലയിലേക്കാണ്. അവിടുത്തെ കാഴ്ചകളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. എന്തായാലും കാടിനുള്ളിൽ സ്റ്റേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾ വരികയാണെങ്കിൽ ബുക്ക് ചെയ്യേണ്ട സൈറ്റ് ഒന്നുകൂടെ പറയാം. www.pwdresorts.com എന്ന സൈറ്റിലൂടെയാണ് ഇവിടെ സ്റ്റേക്ക് വേണ്ടിയിട്ട് ബുക്ക് ചെയ്യേണ്ടത്. സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, തേക്കടി IB എന്ന് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇവിടെ വരുമ്പോൾ നൈറ്റിലേക്കുള്ള ഫുഡ് കയ്യിൽ കരുതിയേക്കുക. 5 മണിക്ക് മുന്നേ തന്നെ ചെക്ക് പോസ്റ്റ് കടന്നകത്ത് കയറാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്